ഇറാൻ ഇസ്രയേൽ സംഘർഷം അമേരിക്കയുടെ ഇടപെടലോടുകൂടി മൂർച്ഛിച്ചിരിക്കുകയാണ്. ഈ ആക്രമണവും ബോംബിങ്ങും ഒക്കെ നടക്കുന്നത് ഇറാനിലും ഇസ്രയേലിലുമാണെങ്കിലും ഇവിടെ കേരളത്തിലെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും പൊരിഞ്ഞ അടിയാണ്. പ്രത്യേകിച്ചും ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ പ്രൊഫൈലുകളിൽ, അവരുടെ അക്കൗണ്ടുകളിൽ ഒക്കെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 40,000-ഓളം മലയാളികൾ ഇസ്രയേലിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. പ്രത്യേകിച്ചും ഈ ആരോഗ്യ മേഖലയിൽ, നഴ്സിംഗ് വിഭാഗത്തിൽ ഒക്കെ ധാരാളം മലയാളികൾ, പെൺകുട്ടികൾ, സ്ത്രീകൾ ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. ആണുങ്ങളും ധാരാളമായി ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാം അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വലിയ തോതിൽ സുഡാപ്പികൾ വന്ന് ആക്രമിക്കുകയാണ്. അവർ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന് താഴെ അതിരൂക്ഷമായ ഭാഷയിൽ കമൻറ്റുകളും തെറിപ്രയോഗങ്ങളും ഒക്കെ നടത്തി അവരെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഈ സുഡാപ്പികൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം, ഈ ഇറാൻ ഇസ്രയേലിലേക്ക് അയക്കുന്ന മിസൈലുകളും ഡ്രോണുകളും എല്ലാം തകർക്കുന്നത് ഈ ഇസ്രയേലിനും ഇറാനും ഇടയ്ക്ക് കിടക്കുന്ന ജോർദാൻ, ഈജിപ്റ്റ്, ഈ രണ്ട് രാജ്യങ്ങളും കഴിഞ്ഞാണ് ഇസ്രയേലിലേക്ക് ഇറാനിൽ നിന്ന് മിസൈലുകൾ എത്തുന്നത്. അത് ജോർദാൻ എന്ന രാജ്യം അതൊരു മുസ്ലിം രാഷ്ട്രമാണ്, നമ്മളത് മനസ്സിലാക്കണം. ആ മുസ്ലിം രാഷ്ട്രം ഈ ആകാശത്ത് വെച്ച് തന്നെ ഇറാൻ്റെ മിസൈലുകളെയും ഡ്രോണുകളെയും എല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറാൻ എന്ന ഷിയ മുസ്ലിങ്ങളുടെ രാഷ്ട്രത്തെ ഇസ്രയേൽ ആക്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് ഈ ഇറാൻ അയക്കുന്ന മിസൈലുകൾ സുന്നി രാജ്യമായ ജോർദാൻ ആകാശത്ത് വെച്ച് നശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഈ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ ആക്രമിക്കുന്നത് അമേരിക്കയിൽ നിന്നല്ല ഫൈറ്റർ ജെറ്റുകളെ വിട്ട് അല്ലെങ്കിൽ ഈ പോർവിമാനങ്ങളെ വിട്ട് ആക്രമിക്കുന്നത്. അത് ഈ മധ്യ ഏഷ്യയിൽ അമേരിക്കയ്ക്ക് 19 സൈനിക താവളങ്ങളുണ്ട്. അതിൽ 9 സ്ഥിരം താവളങ്ങളാണ്. ഈ 9 താവളങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് നിന്നാണ് ഇറാനിലേക്ക് പോർവിമാനം അയച്ച് അവരുടെ ആണവ കേന്ദ്രങ്ങളെ ഈ B-2 ബോംബറുകൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നത്. ഈ 19 സൈനിക കേന്ദ്രങ്ങളും മിഡിൽ ഈസ്റ്റിലെ, അതായത് മധ്യേഷ്യയിലെ അറബ് രാഷ്ട്രങ്ങളിലാണ്. ഇതെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങളാണ്. ഈ മുസ്ലിം രാഷ്ട്രങ്ങളിലെ ഏതെങ്കിലും ഒരു സൈനിക താവളത്തിൽ നിന്നാണ് അമേരിക്കയുടെ പോർവിമാനം പറന്നുയരുന്നത്. എന്തിന്? ഇറാനെ ആക്രമിക്കാൻ. ഇപ്പോഴിതാ ഇറാൻ്റെ കിഴക്ക് കിടക്കുന്ന പാകിസ്ഥാൻ, കിഴക്ക് അതിർത്തി പങ്കിടുന്നത് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാനിലും അസിം മുനീറിനെ, അവിടുത്തെ സൈനിക മേധാവിയെ വിളിച്ചു വരുത്തി അമേരിക്ക സൈനിക കാര്യങ്ങൾ സംസാരിക്കുകയും അവിടെ നിന്ന് അമേരിക്കയ്ക്ക് സൈനികമായിട്ട് ഇറാനെ ആക്രമിക്കുന്നതിന് സൈനിക താവളങ്ങൾ ഒരുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. പാകിസ്ഥാൻ അത് അക്ഷരം പ്രതി പാലിക്കുന്നു. എന്ന് മാത്രമല്ല, പാക് ചാരസംഘടനയാണ് ഇറാനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് രഹസ്യമായിട്ട് അത് അമേരിക്കയ്ക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അത് പാകിസ്ഥാൻ അതിനൊരു മടിയുമില്ല. ഈ അറബ് രാഷ്ട്രങ്ങൾക്കെല്ലാം അവരുടെ മണ്ണ് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ പ്രവർത്തിപ്പിക്കാൻ അനുവാദം കൊടുക്കുന്നതിൽ ഒരു മടിയുമില്ല. നോക്കൂ, ഇതെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങൾ തന്നെയല്ലേ. ഈ സുന്നി മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ഷിയ മുസ്ലിം രാഷ്ട്രമായ ഇറാനെ അമേരിക്കയും ഇസ്രയേലും ആക്രമിക്കുമ്പോൾ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് ഇവരാണ്, ഈ സുന്നി രാഷ്ട്രങ്ങളാണ്. ഇതിന് അവർക്ക് യാതൊരു മടിയുമില്ല. അപ്പോഴാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ ഉപജീവനത്തിന് വേണ്ടി ഇത്രയും അകലെ പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന മലയാളികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വന്ന് സുഡാപ്പികൾ പൊങ്കാലയിടാൻ ശ്രമിക്കുന്നു. അവരെ കണക്കിന് ചീത്ത പറയുന്നത്. അവർ എന്ത് തെറ്റ് ചെയ്തു? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ സുന്നി മുസ്ലിം രാഷ്ട്രങ്ങളോട്
ഇവരുടെ നിലപാടെന്താണ്? പാകിസ്ഥാനോടുള്ള ഇവരുടെ നിലപാടെന്താണ്? അപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. അതിനെക്കുറിച്ച് അവർക്ക് യാതൊന്നും പറയാനില്ല. ഈ പറയുന്നത് പോലെ ഇറാനെ ആക്രമിക്കാൻ ഈ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരകൃത്യം, അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ക്രൂരത അമേരിക്കയും ഇസ്രയേലും ഇറാനോട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഈ അറബ് രാഷ്ട്രങ്ങളുടെ മണ്ണ് അതിന് ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഈ ഇവിടുത്തെ സുഡാപ്പികൾ തയ്യാറാകുന്നില്ല. ഇതൊരു വൈരുദ്ധ്യമല്ലേ? അങ്ങനെ ഇറാനെ ആക്രമിക്കുന്നത് അമേരിക്കയും ഇസ്രയേലും ആക്രമിക്കുമ്പോൾ അതിന് ഈ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നവർ ആ ഒത്താശ ചെയ്യാതിരുന്നാൽ ഈ എത്രത്തോളം ഫലപ്രദമായിട്ട് അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ കഴിയും? ഈ ചോദ്യം ഉയരുമ്പോൾ മൗനമാണ് മറുപടി, അല്ലെങ്കിൽ തിരിച്ച് തെറി, ചോദ്യം ചോദിക്കുന്നവരെ തിരിച്ച് തെറി പറയും. അപ്പോൾ നമ്മൾ ഇത്തരം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനും താഴെ കമൻറ്റുകൾ വലിയ രീതിയിൽ നമ്മളെ തെറി പറഞ്ഞുകൊണ്ട് വരും. പക്ഷേ ഇതൊരു കണ്ണടച്ചിരുട്ടാക്കലാണ്. ഇവിടുത്തെ സുഡാപ്പികൾക്ക്, ഇവിടെയും സുന്നികൾക്കാണല്ലോ വലിയ പ്രാധാന്യം. ഷിയാകൾ ഇന്ത്യയിൽ വളരെ കുറവാണ്. എല്ലാ മുസ്ലിങ്ങളും ഏകോദര സഹോദരങ്ങളാണെന്നൊക്കെ അവർ പറയും. പക്ഷേ അതിനുള്ളിലെ ഈ ജാതീയമായ വേർതിരിവുകളും വിഭാഗീയതയും ഒക്കെ വളരെ രൂക്ഷമാണ്. ഷിയാകളുടെ സർവനാശം ആണ് സുന്നികൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേരിന് ഇതൊക്കെ പറയുമെങ്കിലും വാസ്തവത്തിൽ അവിടെ ഈ ഷിയ വേട്ട, അമേരിക്കയ്ക്ക് ഇസ്രയേലിന് ഒക്കെ ഈ ഷിയ വേട്ട നടത്താൻ അനുകൂലമായ സാഹചര്യം കൊടുക്കുന്നത്, അതിന് എല്ലാ ഒത്താശയും ചെയ്യുന്നത്, വെള്ളവും വളവും കൊടുക്കുന്നത് ഈ സുന്നി അറബ് രാഷ്ട്രങ്ങളാണ് എന്നുള്ളത് ഒരു സത്യമാണ്. അതുപോലെ തന്നെ ഈ ഇറാൻ മുന്നോട്ട് വെച്ചത് ഒരു ഇസ്ലാമിക സഖ്യം, ഇസ്ലാമിക സഖ്യസേന രൂപീകരിച്ച് ഇസ്രയേലിനെയും അമേരിക്കയും എതിർക്കാം. പക്ഷേ ഒരു സുന്നി രാഷ്ട്രവും അതിന് തയ്യാറായിട്ടില്ല. അത് കേട്ട ഭാവം പോലും നടിച്ചിട്ടില്ല. ഈ ഇറാനെ സഹായിക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. അവരോട് വലിയ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച പാകിസ്ഥാൻ പിന്നിൽ നിന്ന് കുത്തുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ളത് തുർക്കിയാണ്. തുർക്കി ഈ പറഞ്ഞതുപോലെ അമേരിക്ക കളത്തിൽ ഇറങ്ങിയാൽ പിന്നെ തുർക്കിയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകില്ല. തുർക്കി പിന്നെ വായടച്ച് മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് തുർക്കിക്കുള്ളത്. അതുകൊണ്ട് തന്നെ തുർക്കി, അമേരിക്കയെ പേടിച്ച് തുർക്കിയും ഒന്നും മിണ്ടില്ല. ഇപ്പോൾ ഈ പറയുന്നത് പോലെ സുന്നി രാഷ്ട്രങ്ങളുടെ ഇടപെടൽ, എന്തുകൊണ്ട് ഇറാനെ ആക്രമിക്കരുത് എന്നവർ പറയുന്നില്ല? ഇത്രയും ഇസ്രയേൽ നടത്തിയ ആക്രമണം, അമേരിക്ക ഇപ്പോൾ നടത്തിയ ആക്രമണം, ഇതിനെതിരെ കാര്യമായ ഒരു അപലപനം കണ്ടില്ലല്ലോ സുന്നി രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന്. പകരം അവർ അങ്ങുമിങ്ങും തൊടാത്ത ഏതാനും ചില പ്രസ്താവനകളൊക്കെ നടത്തി പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നെ എന്തിനാണ് ഇവിടുത്തെ ഈ സുഡാപ്പികൾ ഈ ഇറാനെ അമേരിക്കയും ഇസ്രയേലും ആക്രമിക്കുമ്പോൾ അതിനെതിരെ ഈ മുസ്ലിം രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ പ്രതികരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഇസ്രയേലിൽ കഴിയുന്ന മലയാളികളെ എന്തിനാണ് അവർ ഇങ്ങനെ രൂക്ഷമായി സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുന്നത്? അവരുടെ പോസ്റ്റുകൾക്ക് താഴെ തെറിവിളിയും മോശം കമൻറ്റുകളുമായിട്ട് രംഗത്ത് വരുന്നത്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ അറബ് രാഷ്ട്രങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയല്ലേ? അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെയല്ലേ നിങ്ങൾ പോസ്റ്റുകൾ ഇടേണ്ടത്? ഈ ഇസ്രയേലിനെ, അമേരിക്കയെ സഹായിക്കുന്ന, അവരുടെ മണ്ണ് ഈ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ഈ അറബ് രാഷ്ട്രങ്ങളുടെ ഭരണാധികാരികളെയും അവിടുത്തെ സേനാ മേധാവികളെയും ഒക്കെ അല്ലേ നിങ്ങൾ ആദ്യം കുറ്റപ്പെടുത്തേണ്ടത്? എന്തിനാണ് ഈ വയറ്റിപ്പഴപ്പിന് ഇസ്രയേലിൽ പോയി പണിയെടുക്കുന്ന പാവപ്പെട്ട മലയാളികളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഈ വലിയ ഭീഷണിയും തെറിയും ഒക്കെ ആയിട്ട് നിങ്ങൾ എന്തിനാണ് കടന്നു വരുന്നത്? ഈ ചോദ്യം ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉന്നയിക്കില്ല. കാരണം വോട്ട് ബാങ്കാണ്. ഇത് എന്തോ ഇപ്പോൾ ഈ അമേരിക്ക നടത്തുന്ന, ഈ ഇറാനെതിരെ നടത്തുന്ന നീക്കങ്ങളെല്ലാം
മുഴുവൻ അറബ് രാഷ്ട്രങ്ങളും പിന്തുണയ്ക്കുന്നുണ്ട്. ഖത്തർ പിന്തുണയ്ക്കുന്നുണ്ട്, UAE പിന്തുണയ്ക്കുന്നുണ്ട്, സൗദി പിന്തുണയ്ക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രങ്ങളും അമേരിക്കയെ പിന്തുണയ്ക്കുന്നുണ്ട്. അമേരിക്കയ്ക്കെതിരെ അവരാരും ഒരക്ഷരവും പറയില്ല. ഇസ്രയേലുമായിട്ട് വലിയ സഹകരണമാണ് അറബ് രാഷ്ട്രങ്ങൾക്ക് ഇപ്പോഴുള്ളത്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് പല മേഖലകൾ, സൈനികമായ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ മേഖലകളിലും, വ്യാപാര മേഖലയിൽ ഉൾപ്പെടെ ഇസ്രയേലും അറബ് രാഷ്ട്രങ്ങളുമായിട്ട് വലിയ ഐക്യത്തിലാണ്, വലിയ സഹകരണത്തിലാണ്. ആദ്യം അതൊക്കെയല്ലേ നിർത്തലാക്കേണ്ടത്? എന്നിട്ടല്ലേ ഈ ഇസ്രയേലിൽ ജോലിക്ക് പോയിരിക്കുന്ന പാവപ്പെട്ട മലയാളികളെ, വയറ്റിപ്പഴപ്പിന് വേണ്ടി പണിയെടുക്കാൻ പോയ മലയാളികളെ ക്രൂശിക്കേണ്ടത്, അവരെ ആക്രമിക്കേണ്ടത് വാക്കുകൾ കൊണ്ട്? അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഇവിടെ ഒരു ഇത്തരം നരേറ്റീവ്സ്, ഇത്തരം ആഖ്യാനങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് കേരളത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ഒരു വോട്ട് ബാങ്കാക്കി മാറ്റി അതിലൂടെ മുതലെടുപ്പിന് വേണ്ടി ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. അതിന് ചില തീവ്രവാദ ഭീകര സ്വഭാവമുള്ള സംഘടനകളും അവരുടെ സ്ലീപ്പർ സെല്ലുകളും ഒക്കെ ഇത്തരം ആഖ്യാനങ്ങളുമായിട്ട് രംഗത്ത് വരികയാണ്. ഇതിനെ പരമാവധി മൂപ്പിച്ച് എടുക്കുകയാണ്. എന്തായാലും ഇത് കേരളത്തിന് നല്ലതല്ല. അങ്ങ് യുദ്ധം നടക്കുന്നത് അങ്ങ് ഇറാനിലും ഇസ്രയേലിലും ഒക്കെ ആണെങ്കിലും അതിൻ്റെ പരിണിത ഫലം, അതിൻ്റെ ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ കേരളത്തിന് വലിയ ദോഷം ചെയ്യും. നമുക്കറിയാം, പണ്ട് തുർക്കിയിൽ ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കിയപ്പോൾ ഇവിടെ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ആരംഭിച്ചു. അതിൻ്റെ പരിണിത ഫലം കേരളത്തിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മലബാറിൽ നടന്ന ഹിന്ദു വംശഹത്യ ചരിത്രത്തിൽ അവശേഷിക്കുന്ന, മായ്ക്കാൻ പറ്റാതെ അവശേഷിക്കുന്ന കണ്ണീരിൻ്റെ ഒരു ഏടാണ്. അപ്പോൾ ഈ മലയാളി ഇസ്രയേലിൽ ജോലിക്ക് പോയിരിക്കുന്ന മലയാളികളെ ഒറ്റതിരിഞ്ഞ് ഇങ്ങനെ ആക്രമിക്കുന്നവരുടെ ലക്ഷ്യം മറ്റെന്തൊക്കെയാണെന്ന് വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.